നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയൊരു സെൽ ഓഫാണ്. എസ്പെഷ്യലി ഐ ടി കമ്പനീസ്. ഇന്ത്യൻ ഐ ടി കമ്പനീസ് മാത്രമല്ല, US ഐ ടി കമ്പനീസും ഇടിവിലാണ്. US ആന്ത്രപോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം എല്ലാം തന്നെ വളരെയധികം ചീപ്പാണ്. അത് ആളുകളുടെ ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നിലവിലുള്ള ഐ ടി കമ്പനീസിൽ വലിയൊരു ഇടിവുണ്ടായിട്ടുള്ളത്. അത് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIS 7395 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. അതുവരെ FIS ഇന്ത്യൻ മാർക്കറ്റ് ബയേഴ്സായിരുന്നു. അവർ സിംഗിൾ ഡേ വലിയൊരു സെല്ല് നടത്തി. അപ്പോൾ ഈ മാസം അവർ 1373 കോടി രൂപ സെല്ലേഴ്സാണ് ആസ് ഓഫ് നൗ. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും കുറച്ച് റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് 50 പോയിൻ്റ് ഇടിഞ്ഞു. എന്നാൽ ഡോ 48 പോയിൻ്റ് പ്ലസ്സിലായിരുന്നു. FTSE CAC 40 ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 5021, സിൽവർ 76, ബിറ്റ് കോയിൻ 68,000, ബ്രന്റ് ഓയിൽ 67, നാച്ചുറൽ ഗ്യാസ് 3, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രധാനം 25,505. നമ്മുടെ ക്ലോസിങ് 25,518 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 40 പോയിൻ്റ് പ്ലസ്സിലാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇനിയിപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ഐ ടി കമ്പനീസിൽ ഇൻഫോസിസ് 3.5, വിപ്രോ ഓൾമോസ്റ്റ് 3%-ൻ്റെയും റാലി രേഖപ്പെടുത്തി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല US മാർക്കറ്റിലും ഇന്ത്യൻ ഐ ടി കമ്പനീസിലും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ TCS, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള ഐ ടി കമ്പനീസ് വലിയൊരു ഇടിവ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ആശ്വാസജനകമാണ്. ഇനി കമ്പനീസിൻ്റെ എല്ലാം തന്നെ Q3 റിസൾട്ട് ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഈ ഒരാഴ്ചയിൽ പ്രധാന ഈവൻ്റായിട്ട് നമുക്ക് ഉള്ളത് US നിന്ന് GDP ഡേറ്റ വരുന്ന വെള്ളിയാഴ്ച ദിവസം US നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. അത് വളരെയധികം ക്രൂഷ്യലാണ്. ആ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. IRB ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 253 കോടി രൂപ കരസ്ഥമാക്കി. തിരുനഗർ ഇൻഡസ്ട്രീസ് കമ്പനി അവർ ലോസാണ് റിപ്പോർട്ട് ചെയ്തത് 105 കോടി രൂപ. കഴിഞ്ഞ തവണ 53 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ടോറൻറ്റ് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 635 കോടി രൂപയാണ്. 26% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഓല കമ്പനി ലോസാണുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ ലോസ് 564 ഈ തവണ ലോസ് 487 കുറഞ്ഞു. ഇനോക്സ് വിൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ് 117 കോടി രൂപ. എന്നാൽ റവന്യൂ 32% ഉയർന്നു. NBCC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഇയർ ഓൺ ഇയർ ഉയർന്ന് 193 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 138 ഗാലക്സി സർഫാനൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53 കോടി രൂപയാണ്. 8% ഇടിവുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ. 64 കോടി രൂപയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ റവന്യൂ 27% വർദ്ധിച്ചു. ഫോർട്ടീസ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഇടിവ് രേഖപ്പെടുത്തി 193 കോടി രൂപ കരസ്ഥമാക്കി. എന്നാൽ റവന്യൂ 17% ഉയർന്നു. ഈസി ട്രിപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഇടിവ് രേഖപ്പെടുത്തി 5 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 33 കോടി രൂപ ഉണ്ടായിരുന്നു. റെലിഗേറ്റ് കമ്പനി ഇവർ ഡീമെർജ് ചെയ്യുകയാണ്, 2 എൻറ്റിറ്റി ആയിട്ട് മാറും. JMDC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 133 കോടി രൂപയാണ്. 10% ഇടിവുണ്ടായി. 147 നിന്നാണ് പ്രോഫിറ്റ് കുറഞ്ഞത്. റവന്യൂവും 11% കുറഞ്ഞു. ഇനി സവിത ഓയിൽ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15 നിന്ന് 40 കോടി രൂപയിലേക്ക് ഉയർന്നു. ശക്തി പമ്പ് നെറ്റ് പ്രോഫിറ്റ് 104 നിന്ന് 31 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. SPML ഇൻഫ്ര അവർക്ക് 345 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പ്രിസിഷൻ വയർ നെറ്റ് പ്രോഫിറ്റ് 18 നിന്ന് 37 ഉയർന്നു. ഡയമണ്ട് പവർ ഇൻഫ്ര 6 കോടി രൂപയിൽ നിന്ന് 49 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. KRBL കമ്പനി 133 നിന്ന് 170 പ്രോഫിറ്റ് ഉയർന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.